ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 26 തൃശ്ശൂർ പൂരമൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു മുത്തുക്കുട ഉണ്ടാക്കാൻ പഠിച്ചാലോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അലുമിനിയം കമ്പിയാണ്. അപ്പോൾ ഒരേ സൈസിൽ 5 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇതുപോലെ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സർക്കിൾ എടുക്കുക, അതിനകത്ത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് പിതുക്കി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ കമ്പി ഒന്ന് താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ 5 കമ്പികളും ഗ്ലൂഗൺ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് മീതിയായിട്ട് ഈ ചെറിയ സർക്കിൾ കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കമ്പികളൊക്കെ ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യിപ്പിക്കുക. 5 കമ്പി ഇതുപോലെ ബെൻഡ് ചെയ്തതിന് ശേഷം കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് ഫോം ഷീറ്റിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ കമ്പിയും ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബട്ട് ഞാൻ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കമ്പികളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നടുഭാഗത്തായിട്ട് കട്ട് ചെയ്ത് അത് തമ്മിൽ കൂട്ടി ഒട്ടിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് അതിന് മേളിൽ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം വെൽവെറ്റ് മാറ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പാകത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ മേൽഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 പ്രാവശ്യമാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അതൊരു 5 പ്രാവശ്യം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് അതിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് ഒട്ടിച്ചതിന് ശേഷം ഉൾഭാഗം ഇതുപോലെ മടക്കി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഗോൾഡൻ കളർ ലേസ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനിടയിലായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പുള്ള മിറർ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് ഫെവിക്വിക്ക് ബോട്ടിലിൻ്റെ അടപ്പ് കളർ ചെയ്തെടുത്തതാണ്. എല്ലാ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ഇതുപോലെ കളറൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽസ് കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അടിയിൽ നമ്മൾ ഇതുപോലെ കട്ട് പീസൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കേണ്ടത് മുത്തുക്കുടയുടെ കാലാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സ്റ്റിക്കാണ്. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു സംഭവം കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. മുത്തുക്കുടയുടെ കാലൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നല്ല ലേസ് എടുത്ത് ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതിനുശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണേ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.